നമസ്കാരം. കേരള ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളെ ചൊല്ലി സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ പോരുമുറുകുന്നു. SFI മുൻ സംസ്ഥാന നേതാവായ അഡ്വക്കേറ്റ് ജയോൺ തോമസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനവും പ്രതിഷേധവുമായി KSU രംഗത്ത്. ഈ നിയമനത്തിൽ വൻതോതിലുള്ള രാഷ്ട്രീയ കളികളും വഴിവിട്ട ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് KSU സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി VD സതീശന് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. ജയൺ തോമസിന്റെ ഗവൺമെന്റ് പ്ലീഡറായുള്ള നിയമനം ഉടനടി പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള നിയമന നടപടികളിലെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കി സുതാര്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ KSU ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ കൃത്യമായ യോഗ്യതയും ആവശ്യത്തിന് പ്രവൃത്തി പരിചയവും മാനദണ്ഡമാക്കുന്നതിനു പകരം പാർട്ടി പശ്ചാത്തലവും വിധേയത്വവും മാത്രം നോക്കിയാണ് ഭരണകൂടം ചുവപ്പ് പരവതാനി വിരിക്കുന്നത് എന്നാണ് KSU പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം. പ്ലീഡർമാരുടെ നിയമനത്തിനായി സർക്കാർ യഥാർത്ഥത്തിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്വീകരിച്ചതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും KSU ആവശ്യപ്പെടുന്നു. SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ സജീവമായി തിളങ്ങി നിന്ന ഒരു മുൻ നേതാവിനെ നേരിട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഭാഗം വാദിക്കാനായി പ്ലീഡറാക്കുന്നത് കടുത്ത താൽപര്യ സംഘർഷത്തിനിടയാക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന പ്രധാന ആശങ്ക. തികച്ചും നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഇത്തരം തന്ത്രപ്രധാനമായ തസ്തികകളിൽ കേവലം പാർട്ടി വിധേയത്വം മാത്രം നോക്കി നിയമനം നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തെ പോലും ദോഷകരമായി ബാധിക്കുമെന്ന് KSU ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാദ നിയമനത്തിന്റെ ഫയലുകളും മുഴുവൻ നടപടിക്രമങ്ങളും വിശദമായി പരിശോധിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി തയ്യാറാകണമെന്ന് KSU പ്രധാന ആവശ്യമായി ഉന്നയിക്കുന്നു. കേരളത്തിൽ ആദ്യമായല്ല സർക്കാർ അഭിഭാഷകരുടെ നിയമനം ഇത്തരത്തിൽ വലിയ വിവാദത്തിലാകുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഔദ്യോഗിക ശുപാർശയും നിയമവകുപ്പിന്റെ കൃത്യമായ സ്ക്രീനിങ്ങും കഴിഞ്ഞ ശേഷം സർക്കാരിന്റെ അന്തിമ അംഗീകാരത്തോടെയാണ് സാധാരണയായി ഹൈക്കോടതി പ്ലീഡർമാരെ നിശ്ചയിക്കാറുള്ളത്. എന്നാൽ സമീപകാലത്തായി സംസ്ഥാനത്ത് നടക്കുന്ന ഭൂരിഭാഗം നിയമനങ്ങളിലും യോഗ്യതയേക്കാൾ കൂടുതൽ ഭരണകക്ഷിയുമായുള്ള ബന്ധവും രാഷ്ട്രീയ സ്വാധീനവുമാണ് പ്രധാന മാനദണ്ഡമാകുന്നെന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിലും നിയമവിദഗ്ധർക്കിടയിലും ശക്തമാണ്. അതേസമയം ജയോൺ തോമസിന്റെ നിയമനത്തെ ചൊല്ലി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന കനത്ത വാളോങ്ങിയിട്ടും സംസ്ഥാന സർക്കാരോ നിയമവകുപ്പോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല. KSU നൽകിയ ഈ കടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും തള്ളിക്കളയുമോ അതോ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാൻ തയ്യാറാകുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത തികച്ചും സുതാര്യമായൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സർക്കാർ അഭിഭാഷകരുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ നിയമവിദഗ്ധരും ശക്തമായി ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറക്കുമെന്നുറപ്പാണ്.